കുടുംബത്തിന് ശക്തിക്ഷയം ഉണ്ടായിട്ടുണ്ടാവാം. എന്നാലും മുരുക്കം വീട്ടുകാർ മാനം വിറ്റ് ജീവിച്ചിട്ടില്ലടാ. മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ഒക്കെ എന്റെ യോഗ അമ്മവാ. ആയിരക്കണക്കിന് കുട്ടികൾക്ക് സാരോപദേശം നൽകിയ ആളാത്രേ. സ്വന്തം മകന് സൽബുദ്ധി പറഞ്ഞു കൊടുക്കാൻ മാത്രം പറ്റിയില്ല. ഇനി നിന്നെ പറ്റി ഇങ്ങനെ വല്ലതും കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടിക്കും. എങ്കി അമ്മാവന്റെ മുട്ട് ഞാൻ ഓടിക്കും. എന്തായി പറയണേ? വന്നു വന്ന് മൂത്തവരെയും തിരിച്ചറിയണ്ട. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ജോലി പോയേ പിന്നെ ഇത്രയും വഷളായേ. അമ്മാവൻ പറഞ്ഞ സേതു കേക്കും. തൽക്കാലം ചേട്ടനെ അവന്റെ കമ്പനി പിടിച്ചിരുത്തിയാ മതിയായിരുന്നു. ചായ കുടിക്ക്. റിയാഷേ, എന്റെ ഷർട്ട് തേച്ചില്ലേ? തേച്ചു. അമ്മാവനെപ്പോ വന്നു? കുറച്ചു നേരമായി. സേതു, മരുമക്കത്തായൊക്കെ പോയെങ്കിലും അമ്മാവൻ ഇപ്പോഴും അമ്മാവൻ തന്നെയാണ്. അതുകൊണ്ട് മറുത്തൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഈ തല തിരിഞ്ഞവന് നീ നിന്റെ കമ്പനി കൊണ്ടുവന്ന് നിർത്തണം. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയണ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. മാസം തികയുമ്പോ എന്തെങ്കിലും ഒന്നൊരു ശമ്പളമായിട്ട് കൊടുത്തേക്കണം, അത് മതി. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നോക്കിയും കണ്ടും നിന്നാൽ നിനക്ക് കൊള്ളാം. മുതലാളിക്കൊരു കത്തുണ്ട്. അഡ്രസ് എഴുതിയ കൈപ്പട കണ്ടിട്ട് മറ്റേ കത്താണെന്ന് തോന്നുന്നു. ഏത് മറ്റേ കത്ത്? നീ വന്നേ, നീ വരാൻ. നീ എന്താ ആളുകളുടെ മുമ്പിൽ വെച്ച് മോന്തോണ്ട് ഡാൻസ് കാണിക്കുന്നത്? ഇത് മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ട കേട്ടോ. പ്രിയപ്പെട്ട സേതുവേട്ട, ചേട്ടനുമായി വഴക്കിട്ട് സേതുവേട്ടൻ അങ്ങ് പോയി. എന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് സേതുവേട്ടൻ ആലോചിച്ചോ? ഒരു ആശ്വാസവാക്കെങ്കിലും പറയണമെന്ന് തോന്നിയില്ലല്ലോ. ഞാൻ ഉരുകി ഉരുകി ചത്തുപോട്ടെന്നാണ്. ചേട്ടൻ എനിക്ക് വേറെ കല്യാണം ആലോചിക്കുകയാണ്. ഒന്ന് വേഗം വരൂ എന്റെ സേതുവേട്ട. ഇനി സേതുവേട്ടൻ വരുന്നതും പ്രതീക്ഷിച്ച് ഞാൻ എന്നും നമ്മുടെ ആ പഴയ അടിയോടിയുടെ വാഴത്തോപ്പിൽ കാത്തു നിൽക്കും. ആരാ മുകേരി മുകേരി മുകേരി? ഇറങ്ങേണ്ടവരൊക്കെ പോയേ മുകേരി. എന്താ ഇറങ്ങുന്നില്ലേ? വേണ്ട വേണ്ട, ഞാനൊരു 50 അടി അപ്പുറത്ത് ഇറങ്ങിക്കോളാം. ഇനി പരുത്തിക്കോട്ടെ വണ്ടി നിർത്തൂ. ഇറങ്ങണം ഇറങ്ങണം. ഞാൻ വേറെ ടിക്കറ്റ് എടുത്തോളാം. 50 അടിക്കോട്ട് വേറെ ടിക്കറ്റ് ഒന്നുമില്ല. ഇറങ്ങണം. ഞാൻ പരുത്തിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തോളാം. ഒരു കോട്ടയിൽ ഇറങ്ങണം. താനിവിടെ ഇറങ്ങിയാൽ മതി. ഇറങ്ങണോ? ഇറങ്ങാനല്ലേ പറഞ്ഞു? ഞാൻ പരുത്തിക്കോട്ടേക്ക് ഒന്നും പറയണ്ട. ഇവിടെ ഇറങ്ങി താനം കൊണ്ട് നടന്നു പോളൂ. രാവിലെ മനുഷ്യനെ മെനക്കെടുത്താൽ ഒരു തോമ കയറിക്കോളൂ. ഞാൻ അങ്ങോട്ട് ഇറങ്ങണു. ആ പോവാം.
അവളെന്തിന് ചേച്ചി ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? കടുകുമണിയാ കാണാതെ നിൽക്കാൻ. എടേ സുനു എവിടെയാടി? അവളെ ശ്യാമയുടെ വീട്ടിൽ പോയി. അവളെങ്ങനെ പറഞ്ഞോ? ചാവയെ കഞ്ഞി എല്ലാത്തിനും ഞാൻ ഇവിടെ അടിച്ചിറക്കും. ഞാനിവിടെ ഉണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താ നമ്മൾ ഇതുപോലെ ഈ വാഴത്തോപ്പിൽ കണ്ടുമുട്ടാറുള്ളത്. അന്നും ഇന്നും അടിയോടിക്ക് വാഴക്കൃഷിയും മാത്രമേ താല്പര്യമുള്ളൂ എന്ന് തോന്നുന്നു. എന്താ വല്ലാതിരിക്കുന്നത്? അടിയോടിയുടെ വാഴ അയാൾ കണ്ട ഇപ്പൊ എന്നെ കൊല്ലും. എത്ര നേരായിന്നറിയോ ഞാൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്? അതാണ് ആ കാര്യം. ഞാനും നിന്റെ ചേട്ടൻ കൂടെ ജംഗ്ഷനിൽ ഒരു ഒളിച്ചു കളി നടത്തിയിട്ട് വരിക കുട്ടി. ഈ വാഴക്കറ പറ്റിയ മാറ്റം വലിയ പാടാണ്. സേതുട്ടിനൊക്കെ തമാശ കളിയാ. ഞാനൊന്ന് ഉറങ്ങിയിട്ട് ദിവസം എത്രയെന്നറിയാവോ? എന്റെ സുലു, നിനക്ക് വേവലാതി കുറച്ച് കൂടുതലാണ്. ഈ ലോകത്ത് ആരൊക്കെ എതിർത്താലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും. പിന്നെന്താ പ്രശ്നം? സേതുട്ട ഞാനൊരു പെണ്ണാ. എന്റെ സുലു, ഞാനൊരാണാണ്. ആകെയുള്ള ഒരേ ഒരു പ്രശ്നം ഫാക്ടറിയാണ്. ഇപ്പൊ എല്ലാം റെഡിയായി. ഇന്റർവ്യൂ നടത്തി ജോലിക്കാരെ എടുത്താൽ ഫാക്ടറി ചക ചക ചകാന്ന് വർക്ക് ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞ ഉടനെ കല്യാണം. ഈ ചക 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 എത്ര കാലം എടുക്കും? ഉടനെ എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന്. ആരുമില്ല. അടിയോടി ഓടിക്കോ, പിന്നെ കാണാം. ഓടിക്കോ. എടോ, താൻ ആ മുരിക്കലെ സേതുവിനെ ഇവിടെ എങ്ങനെ കണ്ടോ? അതാ നിക്കണേ. എടീ, ഉറപ്പിച്ചു. ചെറുക്കൻ ദുബായിൽ ഓയിൽ കമ്പനിയിലെ ഫോർമാനാ. ഇത് മിഥുനമാസമല്ലേ, കർക്കിടകത്തിന് മുമ്പ് നടത്തണമെന്നാ അവര് പറയുന്നത്. അവളോട് കൂടെ ഒന്ന് ചോദിക്കണ്ടേ? വേണ്ട, ഇത്രയും നാളെ കാത്തു. ഇനി ചോദ്യം ഉത്തരവൊക്കെ തീരുമാനിക്കും ഞാൻ തന്നെയാ. അത്രയധികം സ്നേഹാവൻ ഉണ്ടായിരുന്നെങ്കിൽ പെരയിൽ നിറഞ്ഞ് ഓടി പൊളിച്ച് ഇവരോട് നിൽക്കത്തില്ലായിരുന്നു. 10 ദിവസത്തിനായി കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഈ ശിവരാമനാ പറയുന്നത്. എന്താ ശ്യാമ ഈ വഴിക്ക്? കാര്യങ്ങളാകെ കുഴപ്പത്തില. ആ. സുലു കരച്ചിലോട് കരച്ചില്. ഈ വരുന്ന 21-ാം തീയതി അവളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുക. അവളുടെ ചേട്ടൻ അവളെ ഏതാണ്ട് വീട്ടുതടങ്കിൽ വെച്ചിരിക്കുന്ന പോലെ 21-ന് മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചത്തുകളയുമെന്ന് പറഞ്ഞിരിക്കുക. രക്ഷിക്കാന്ന് പറഞ്ഞ കല്യാണം അല്ല, ഇത്ര പെട്ടെന്ന് ഞാൻ ഇല്ലെങ്കിൽ ഒന്നുകിൽ അവള് ചാവും, അല്ലെങ്കിൽ വേറൊരാൾ അവളെ കല്യാണം കഴിക്കും. അതാണ് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കൊള്ളാന്ന് പറ. ഏതാ ഈ കുട്ടി? ഒന്ന് പോയേ. നിന്റെ വല്ല അവിഹിത ബന്ധാണോ? പണ്ട് ഞാനും അതായിരുന്നെടാ. മനുഷ്യന് ഭ്രാന്ത് പിടിപ്പിക്കാതെ പോവാൻ. ഏതായി കൾച്ചറില്ലാത്ത ആള്? ശ്യാമ ഒന്ന് പോയെ, ഞാൻ എത്തിക്കൊള്ളാന്ന് പറ. ശ്ശോ.